ഒരു സ്പെഷ്യൽ ഉപവാസമായിരുന്നു കഴിഞ്ഞ ദിവസം. എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ക്രമീകരിച്ചതല്ല, മുൻകൂട്ടി തീരുമാനിച്ചതുമല്ല. ചിലപ്പോഴൊക്കെ അങ്ങനെ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലർക്കും അവിധത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായേക്കാം. മിസ് ചെയ്യരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നിർബന്ധിക്കും ഉപവസിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ. അങ്ങനെ പ്രാർത്ഥനയോടെ മാറിയിരുന്ന് ഉപവസിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ ചില വ്യക്തികളെ കാണിച്ചു. മുറിക്കകത്ത് ഭയന്നിരിക്കുന്ന, രഹസ്യത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, പുറത്തു വന്നിട്ടും മറ്റു കാര്യമൊന്നുമില്ല, ഒരു സഹായം പ്രതീക്ഷിക്കാൻ പറ്റിയ അവസ്ഥയിലല്ല, കടം കയറി മുടിഞ്ഞിട്ട് അതാ അവസ്ഥ, ഉള്ളതൊക്കെ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഭയം, മറ്റുള്ളവരോട് അവരുടെ മുമ്പിൽ എങ്ങനെ നിൽക്കും, നിങ്ങളുടെ അവസ്ഥ എങ്ങനെ പറയുമെന്ന് അറിയാത്ത ഉത്കണ്ഠ, നാളെ എന്ത് ചെയ്യും എന്നറിയാത്ത അവസ്ഥ. അങ്ങനെ ആയിരിക്കുന്ന ചിലർ മുറിക്കകത്താണ്, പ്രാർത്ഥിക്കുന്നുണ്ട്, കരയുന്നുണ്ട്, വചനം ധ്യാനിക്കുന്നുണ്ട്, കഴിഞ്ഞ നാളുകളിൽ കേട്ട ആലോചനകൾ ഓർത്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിലായിരിക്കുന്നു. നിങ്ങളോട് പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞത്, എന്നെ ഉപവസിപ്പിച്ചിട്ട് എന്നോട് പറഞ്ഞത്, ആ കടം വീട്ടാനുള്ളത്, നിങ്ങൾക്കുള്ളത് നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടത് കർത്താവ് ഇന്ന് നിങ്ങളുടെ കരങ്ങളിൽ തരും. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത്, അതെ, വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ഒപ്പമായിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ അതിന്ന് നിങ്ങൾ പ്രാപിക്കും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്യ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം ദൂത് അതിൻ്റെ വ്യാപ്തി അത് വലുതായതുകൊണ്ട് തന്നെ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഇത് ഞാൻ പ്രതീക്ഷയോടെ എന്നെ കേൾക്കുന്നവരുമായി പങ്കുവയ്ക്കുമ്പോൾ ഏത് വചനം അവരോട് ഞാൻ പറയണം? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്ന വചനം കൂടെ നിങ്ങളോട് പറയട്ടെ. പ്രാർത്ഥിക്കുവാൻ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ, ഈ പ്രവചന ദൂത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് വിടുതൽ പ്രാപിക്കുവാൻ തയ്യാറാണല്ലോ? രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 4-ാം അധ്യായം 7-ാമത്തെ വാക്യം. അവൾ ചെന്ന് ദൈവപുരുഷനോട് വസ്തുത അറിയിച്ചു. നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിപ്പ് കൊണ്ട് നീയും മക്കളും ഉപജീവനം കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. കടം വീട്ടുവാനുള്ളത് ആയി. ഒരു സ്ത്രീയുടെ സാക്ഷ്യമാണ്. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരുടെയും സാക്ഷ്യമായി അതെ ഈ വാക്കുകൾ പുറത്തു വരുവാൻ പോകുന്നു. ആയി. കർത്താവേ, അങ്ങ് പറഞ്ഞതുപോലെ എൻ്റെ ജീവിതത്തിൽ ബാധ്യതയിൽ നിന്ന് പുറത്തു വരുവാനുള്ളത്, ഞാനിന്ന് ഭയപ്പെട്ടായിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു വരുവാനുള്ളത്, എൻ്റെ തലമുറയുടെ വിവാഹം മുടങ്ങിപ്പോകാതിരിക്കുവാൻ വേണ്ടത് എൻ്റെ കരങ്ങളിൽ ലഭിച്ചു. അതെ, കേൾക്ക്. നിൻ്റെ തലമുറയുടെ വിവാഹം മുടങ്ങിപ്പോകാതിരിക്കുവാൻ വേണ്ടത് എൻ്റെ ദൈവം നിൻ്റെ കരങ്ങളിൽ പ്രാർത്ഥനയോടെ, കണ്ണുനീരോടെ, നിലവിളിയോടെ, മുറിക്കകത്തും ഭയന്നായിരിക്കുന്ന സഹോദരി, എൻ്റെ ദൈവം നിൻ്റെ കരങ്ങളിൽ തരിക. അവൻ്റെ വിവാഹം മുടങ്ങിപ്പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഓ അമ്മേൻ. നീ പുറത്തു വന്ന് പറയുവാൻ പോകുക. അമ്മേൻ, എവിടെ ഇരുന്നു? മുറിക്കകത്തിരുന്നു, പേടിച്ചു ഭയന്നു. അയ്യോ, എൻ്റെ മോളുടെ വിവാഹം മുടങ്ങിപ്പോയാൽ, ഈ വിവാഹം കൂടെ നടന്നില്ലെങ്കിൽ, അവൾ വളരെ ആഗ്രഹിച്ചതാണ്, നിങ്ങളുടെ ആഗ്രഹമാണ്, സ്വപ്നമാണ്, പക്ഷേ കയ്യിലൊന്നുമില്ലാത്ത അവസ്ഥ. കേൾക്ക്, ഈ ദിവസങ്ങളിൽ കർത്താവ് അതിന് വേണ്ടത് കരങ്ങളിൽ നൽകി. അമ്മേൻ. പശ്ചാത്തലം 4-ാം അധ്യായം 1 മുതൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. നിലവിളിയോടെ ഒരുത്തി ദൈവപുരുഷനായ പ്രവാചകനായ ഏലിശയുടെ അടുക്കലേക്ക് കടന്നു വരുന്നു. ആ നിലവിളിയുടെ ശബ്ദം ഞാൻ എൻ്റെ കാതുകളിൽ കേൾക്കുന്നു. ഏലിശ കേട്ടതുപോലെ ഏലിശയോട് അവൾക്ക് പറയുവാനുള്ളത്, യജമാനനെ, നിൻ്റെ ശിഷ്യനായിരുന്ന ഇസ്രായേലിൻ്റെ ദൈവത്തെ സേവിച്ച, സ്നേഹിച്ച, ആരാധിച്ച, അവന് വേണ്ടി നിന്ന ഒരു ഭക്തൻ്റെ വിധവ, അർത്ഥാൽ അവൻ മരണപ്പെട്ടു പോയി, ആരാധിച്ച, ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന, പലതും വിട്ടുകളഞ്ഞ നിൻ്റെ ജീവിതത്തിൽ കണ്ണുനീരിനും നിരാശയ്ക്കും വേദനയ്ക്കും ഭ്രാന്തിയെപ്പോലെ ഓടുവാനും ഇടവരുന്ന സാഹചര്യം, അയ്യോ, സഹിക്കുവാൻ കഴിയുന്നില്ല. ഒളിച്ചിരിപ്പിൻ്റെ 1-ാമത്തെ കാരണം അതാണ്. അവരറിഞ്ഞാൽ അവർ ചോദിക്കും, നീ ഞങ്ങളെയൊക്കെ കാലം എന്തോ വലുതെന്ന് പറഞ്ഞ് ദൈവം, പ്രാർത്ഥന, ഉപവാസം, ആരാധന അങ്ങനെ നടന്നതില്ല, എന്നിട്ട് എന്താ നിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചത്? അല്ലേ സഹോദരി? പാരമ്പര്യത്തെ വിട്ട്, സ്വന്തം ബന്ധങ്ങളെ വിട്ട്, ഒപ്പമുള്ളവരെ വിട്ട് നീ ദൈവത്തിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചതാ, വിളിച്ച വാക്ക് കേട്ട്, വിളിച്ചവനിൽ വിശ്വസിച്ച്. പക്ഷേ ഇന്ന് ഈ തകർച്ച നിൻ്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നീ നഷ്ടപ്പെട്ടവനായി, നഷ്ടപ്പെട്ടവളായി തീരുമെന്നറിയുമ്പോൾ ചങ്കിടിക്കുക. കർത്താവേ, നിൻ്റെ നാമം ദുഷിക്കപ്പെടുവാൻ പോകുക. നിൻ്റെ നാമത്തിൽ ഇറങ്ങിയ ഞാനിതാ
ലജ്ജിച്ചില്ലാതായി തീരുവാൻ പോകുക. കേൾക്ക്, എൻ്റെ ദൈവത്തിൻ്റെ നാമം ലജ്ജിക്കപ്പെടുവാൻ, എൻ്റെ ദൈവത്തിൻ്റെ നാമം നിന്ദിക്കപ്പെടുവാൻ, നിന്റെ ജീവിതം ഒരു മുഖാന്തരമായി മാറുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നീ ഇറങ്ങിത്തിരിച്ചത് വെറുതെയായെന്ന് പറയുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. അതേ, പലതും നഷ്ടപ്പെട്ടു പോകുമെന്ന് ഭയം ഓടിച്ചെല്ലുകയാണ്. എൻ്റെ ഭർത്താവ് ഭക്തനായിരുന്നു, പാസ്റ്റർ, ഞങ്ങൾ ദൈവത്തിന് വേണ്ടി നിന്നവരായിരുന്നു, ദൈവത്തെ സ്നേഹിച്ചു. പക്ഷേ സ്തോത്രം, ഇതാ കടക്കാർ വന്ന് നിൽക്കുക. എൻ്റെ മക്കൾ ജപ്തിയായി പോകും. കടം, മുൻപിൽ വെളിപ്പെട്ട് നിൽക്കുന്ന കടം എല്ലാം പോകും. പാസ്റ്റർ, നിങ്ങൾക്കറിയാമോ, ഞങ്ങൾ പ്രാർത്ഥനയോടെ വച്ച വീടാണ്, ഇപ്പോൾ അത് ഇതാ നഷ്ടപ്പെട്ടു പോകുവാൻ പോകുന്നു. ഞങ്ങൾ പ്രാർത്ഥനയോടെ തുടങ്ങിയ ബിസിനസ്സാണ്, ഞങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിയ കച്ചവടമാണ്. ഞങ്ങൾക്ക് കോടികൾ ഉണ്ടാക്കുവാൻ വേണ്ടിയല്ല, കർത്താവിൻ്റെ നാമം ഉയർത്തണം, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം, എന്തെങ്കിലുമൊക്കെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ചെയ്യണം. ഞങ്ങൾക്ക് ഇത്രയും ചെയ്ത രക്ഷയുടെ സന്തോഷം ഞങ്ങൾക്ക് തന്ന, ആരുമില്ലാതെ തള്ളപ്പെട്ട് ഒറ്റപ്പെട്ട് മാറ്റി നിർത്തപ്പെട്ട സാഹചര്യങ്ങളിൽ ഞങ്ങളെ ചേർത്ത് പിടിച്ച ഒരു അമ്മയെപ്പോലെ ആശ്വസിപ്പിക്കുകയും അപ്പനെപ്പോലെ കരുതുകയും ചെയ്ത ഞങ്ങളുടെ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. കൊതി, ആഗ്രഹം, അതിനെ മുൻനിർത്തിയാണ് ഇറങ്ങി പുറപ്പെട്ടത്. പക്ഷേ ആ ബിസിനസ് തകർന്നു, ഉള്ളതെല്ലാം നഷ്ടപ്പെടുമെന്ന ഭയത്തിൽ നീ ആയിരിക്കുക. കേൾക്ക്, നീ സ്വപ്നം കണ്ടത് മാത്രമല്ല, ഒപ്പമുണ്ടായിരുന്നത് നഷ്ടപ്പെട്ടു പോകുമെന്ന് നീ ചിന്തിച്ചായിരിക്കുന്ന അവസ്ഥയിൽ, അതേ കേൾക്ക്, കർത്താവ് അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടി നിനക്ക് മുമ്പിൽ വഴി തുറന്നു തരികയാണ്. ജപ്തിയായി പോകാതിരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സഹോദരി, പ്രാർത്ഥിക്കുന്ന സഹോദര, മുറിക്കകത്ത് നെടുമ്പാടെ വീണ് കിടന്ന് നിലവിളിക്കുന്ന, പരാതിയും പരിഭവവും പറഞ്ഞ് വേദനപ്പെട്ടായിരിക്കുന്ന നിന്നെ നോക്കി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പ്രവചിച്ചു പറയട്ടെ, ജപ്തിയായി പോകാതിരിക്കുവാൻ വേണ്ടത്, നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടത്, നീ സ്വപ്നം കണ്ട ഭവനവും നീ തുടങ്ങിയ ബിസിനസ്സും അതിനൊപ്പം പലതും നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടത് എൻ്റെ ദൈവം നിന്റെ കരങ്ങളിൽ തരിക. പ്രാർത്ഥനയ്ക്കായി നീ മുട്ടുമടക്കിയിരിക്കുന്ന അതേ സ്ഥാനത്ത് തന്നെ, മരണത്തിനായി നീ നിലവിളിക്കുന്ന അതേ സ്ഥാനത്ത് തന്നെ, ദൈവമേ എൻ്റെ പ്രാണനെ നീ ഒന്ന് എടുക്ക് എന്ന് പറഞ്ഞ് നീ നിലവിളിക്കുന്ന അതേ സ്ഥാനത്ത് എൻ്റെ ദൈവം നിനക്ക് വേണ്ടി വഴി തുറന്നു തരുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ നിന്റെ പ്രാർത്ഥന, ആ മുറിക്കകത്ത് നിന്ന് ഉയരുന്ന കണ്ണുനീർ, ആ നിലവിളിയുടെ ശബ്ദം, ആ കണ്ണുനീർ ഭൂമി കുടിച്ചു പോകത്തില്ല. ആ നിലവിളിയുടെ ശബ്ദം കാറ്റിൽ അലിഞ്ഞില്ലാതായി തീരത്തില്ല. അത് കേൾക്കേണ്ടവൻ കേട്ടിട്ടുണ്ട്. ഓ ആമേൻ. ആ സ്ത്രീ വന്നിട്ട് പറയുന്നു, ജപ്തിയായി പോകും. പ്രവാചകൻ പറയുക, നീ വീട്ടിൽ പോ, മുറിക്കകത്തിരുന്ന് പ്രാർത്ഥിക്കുക. നീ ഇറങ്ങി വന്നൊരു മുറിയുണ്ടല്ലോ, നിൻ്റെ കണ്ണുനീർ വീണ് കുതിർന്ന ആ മുറി, നിൻ്റെ ഗദ്ഗതങ്ങൾ കൊണ്ട് നിറഞ്ഞ ആ മുറി, നീ ഒളിച്ചിരുന്ന ആ മുറി, നിൻ്റെ മക്കൾ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് പേടിച്ച് കേൾക്കും. മാതാവേ, നഷ്ടപ്പെട്ടു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. അവൻ്റെ ഭാവി, അവളുടെ ഭാവി നഷ്ടപ്പെട്ടു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അവൻ സ്വപ്നം കണ്ടത്, അവൾ സ്വപ്നം കണ്ടത്, നീ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നോട് പറഞ്ഞത് അവളുടെ ജീവിതത്തിൽ, അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ വേണ്ടത് എൻ്റെ ദൈവം തുറന്നു തരിക. വിശ്വാസത്തോടെ കരം നീട്ടി പ്രാർത്ഥിക്കും. നിൻ്റെ കരങ്ങളിൽ അത് വരിക, ആ ചെക്ക് നിൻ്റെ കരങ്ങളിൽ വരിക. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ഓ റിബാമ ഷേഖേനെ, എൻ്റെ അക്കൗണ്ടിൽ ആ ഫണ്ട് ട്രാൻസ്ഫറായ മെസ്സേജ് വരിക. പ്രാർത്ഥിച്ചു തുടങ്ങ്, മൗനമായിരിക്കരുത്, പ്രാർത്ഥിച്ചു തുടങ്ങ്. നിൻ്റെ അക്കൗണ്ടിൽ ആ ഫണ്ട് ക്രെഡിറ്റായ മെസ്സേജ് വരിക. യെസ്, യേശുവിൻ നാമത്തിൽ. ഓ റിബാമ ഷേഖേനെ, അമേൻ. ഭയന്നായിരിക്കുന്നത് അവൻ തിരികെ വരും. അർത്ഥം, നീ കടക്കാരനാകും, കടക്കാരിയാകും. പ്രതീക്ഷിച്ചതെല്ലാം പോയി, ഉണ്ടായിരുന്നത് പോയി, കടക്കാരനായി തിരികെ വരും. ജോലി നഷ്ടപ്പെട്ട് തിരികെ വരും. കേൾക്കുന്ന വാർത്തകൾ മുഴുവൻ അവിധത്തിലാണോ? വാർത്തയുടെ നിജസ്ഥിതി തേടി പോകുവാനല്ല നിന്നെ വിളിച്ചത്, വിശ്വസിക്കുവാനാണ്. വിശ്വസിക്കുവാൻ തയ്യാറാണോ? നിൻ്റെ ഫോണിൽ നിൻ്റെ മകൻ അയച്ചു തരുന്ന ക്യാഷ് ക്രെഡിറ്റ് ആകുന്ന മെസ്സേജ് വരുവാൻ പോകുക. സഹോദരി, ജോലി നഷ്ടപ്പെട്ടു എന്ന് ഇന്നലെ വരെ കരഞ്ഞ, നിലവിളിച്ച, പരാതി പറഞ്ഞ, ഞാൻ നാട്ടിൽ വരത്തില്ല, ഞാൻ ചത്തുകളയുമെന്ന് നിന്നോട് പരാതി പറഞ്ഞ് കരഞ്ഞ് സ്വയം ഭ്രാന്തനായി നിന്നെയും ഭ്രാന്തിയാക്കി അതേ നിൻ്റെ ഭർത്താവ് അയച്ച ക്യാഷിൻ്റെ മെസ്സേജ് വരുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ
ഓ റീ ബാബാ ഷേഖനെ റാധൂറിയ യെസ് യേശുവിൻ നാമത്തിൽ ചില മെസ്സേജുകൾ വരുവാൻ പോകുക. റെഡിയാണോ? ചില മെസ്സേജുകൾ റിസീവ് ചെയ്യുവാൻ റെഡിയാണോ? യെസ് യേശുവിൻ നാമത്തിൽ. ഈ മെസ്സേജ് കേൾക്കുന്ന സമയത്തിൽ നീ ഉപവാസത്തിലാണ്. ഈ മെസ്സേജ് കേൾക്കുന്ന സമയത്തിലും നീ പ്രാർത്ഥനയിലാണ്. നിന്നോടാ. റെഡിയാണോ? ചില മെസ്സേജുകൾ റിസീവ് ചെയ്യുവാൻ. നിന്റെ അക്കൗണ്ടിൽ ക്യാഷ് ക്രെഡിറ്റ് ആയ, ആ ഫണ്ട് റിലീസായ, ഓ റാ ബാബാ ഷേഖനെ യെസ് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി പ്രാർത്ഥിക്കുന്ന നിന്റെ ജീവിതത്തിൽ ഓ മേൻ ആമേൻ ആമേൻ സ്തോത്രം. ആ മുറിക്കകത്ത് കർത്താവ് ഒരു അത്ഭുതം പ്രവർത്തിക്കുക. സ്തോത്രം ആമേൻ. ഇത് 1, 2, 3, 4 അല്ല. സ്തോത്രം. എനിക്ക് ഉറപ്പുണ്ട് കർത്താവ് എന്നെ അങ്ങനെ നിർബന്ധിച്ച് ഉപവസിച്ചു എങ്കിൽ, സ്തോത്രം, ഉപവാസത്തിന് കുറവൊന്നുമില്ല. അതിന് മധ്യത്തിൽ പെട്ടെന്ന് അങ്ങനെ ഉപവസിക്കുവാൻ കർത്താവ് എനിക്കൊരു പ്രേരണ നൽകിയെങ്കിൽ, എന്നെ ഉപവസിപ്പിച്ച് ഇരുത്തിയെങ്കിൽ, ഞാൻ വിശ്വസിക്കുന്നു സ്തോത്രം, നിന്നെ അറിയുന്ന പലർ ആമേൻ ആ ജപ്തിയുടെ അനുഭവത്തിൽ നിന്ന് പുറത്തു വരുവാൻ പോകുക. കടഭാരത്തിൽ നിന്ന് പുറത്തു വരുവാൻ പോകുക. അഭിമാനത്തോടെ നിവർന്നു നിൽക്കുവാൻ വേണ്ടതിൻ്റെ കരങ്ങളിൽ എൻ്റെ ദൈവം തരുവാൻ പോകുക. അനേകരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്തിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കുക. ഈ മെസ്സേജിനൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ ആമേൻ, ഞാൻ കരഞ്ഞ അതേ സ്ഥാനത്ത്, ഞാൻ കരയുന്ന നിലവിളിക്കുന്ന അതേ സ്ഥാനത്ത്, സഹോദര, ആ രാജ്യത്ത് ഓ സ്തോത്രം, നീ മുറിക്കകത്തിരുന്ന് കരയുക, ബാത്റൂമിനകത്ത് കരയുക. കേൾക്ക്, അവിടെ ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കുവാൻ പോകുക. അവിടെ നിന്റെ കാത് ആ സാക്ഷ്യത്തിൻ്റെ സ്വരം കേൾക്കുവാൻ പോകുക. അവൾക്ക് വേണ്ടി, വിധവയ്ക്ക് വേണ്ടി, ഉള്ളത് നഷ്ടപ്പെട്ടു പോകുമെന്ന് ഭയന്നവൾക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി നിന്ന കുടുംബത്തിന് വേണ്ടി പ്രവർത്തിച്ച ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പോകുക. റെഡിയാണോ? ഈ ദിവസങ്ങൾ സാക്ഷ്യത്തിൻ്റെ ദിവസങ്ങളാണ്. പ്രാർത്ഥന കുറയ്ക്കരുത്. ആമേൻ. ചേർന്ന് നിന്നോ. ആമേൻ. കർത്താവ് ഉപവസിപ്പിക്കും. ചിലരെ കർത്താവ് പ്രാർത്ഥനയുടെ അടുത്ത ലെവലിലേക്ക് എത്തിക്കും. എന്തിനെന്നറിയാമോ? മരിച്ചു പോകാതിരിക്കുവാൻ. ചില നന്മകൾ തുറന്നു വരുന്നത് സന്തോഷത്തോടെ പ്രാപിച്ച് ബാധ്യതകളിൽ നിന്ന് പുറത്തു വരുവാൻ. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, ഉപവസിക്കുവാൻ റെഡിയായിക്കോ. എങ്ങനെയെന്നോ? ഒറ്റയ്ക്കല്ല, പ്രൈസർ ഫാമിലി ഒപ്പമുണ്ട്. നീ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനുള്ള അവസരമുണ്ട്. കോൺടാക്റ്റ് ചെയ്യുക. നീ മരിച്ചു പോകാതിരിക്കുവാൻ, നീ ആത്മഹത്യ ചെയ്യാതിരിക്കുവാൻ, തുറന്നു വരുന്ന ചില വഴികളിലൂടെ നിൻ്റെ കരങ്ങളിലെത്തുന്ന നന്മ കൊണ്ട് ബാധ്യതകൾ തീർത്ത് സന്തോഷത്തോടെ നീ വച്ച ഭവനത്തിനകത്ത് സ്വസ്ഥമായി സമാധാനമായി ഉറങ്ങുവാൻ. റെഡിയാണോ? പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. എല്ലാ ദിവസങ്ങളിലും രാവിലെ 7:30-ക്കും 8:30-ക്കും ഇടയ്ക്കുള്ള സമയത്ത് ശുഭയാത്ര, യേശുവിനോട് യേശുവിങ്കിലേക്കെന്ന നിത്യത ലക്ഷ്യമാക്കിയുള്ളൊരു ഭക്തൻ്റെ യാത്ര, ആ അർത്ഥം വരുന്ന ആ നിലവാരത്തിലുള്ളൊരു മെസ്സേജും വചന ശുശ്രൂഷ ചേർന്ന് പ്രാർത്ഥിക്കുവാനായി ഒരുങ്ങുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ ജോയിൻ ചെയ്യുക. ലൈവാണ്. വൈകുന്നേരം 7:30-ക്കും 8:30-ക്കും ഇടയ്ക്കുള്ള സമയത്ത് മധ്യസ്ഥ പ്രാർത്ഥനയും വചന ശുശ്രൂഷയുമുണ്ട്. സിസ്റ്റർ വിജി ലീഡ് ചെയ്യും. അനുഗ്രഹമായിരിക്കും. ജോയിൻ ചെയ്ത് നോക്ക്. വെള്ളിയാഴ്ച രാവിലെ 11:30 മണി മുതൽ ഉപവാസം ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയുമുണ്ട്. നിങ്ങളുടെ ജീവിതങ്ങൾ മാറും, നിങ്ങളുടെ അവസരങ്ങൾ മാറും, നിങ്ങളുടെ അനുഭവങ്ങൾ മാറും. ജോയിൻ ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക. ലൈവായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ വിശുദ്ധ സഭാരാധന കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമുല്ല ചാമവിളയിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് നിശ്ചയമായും മാറും. സ്തോത്രം. നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ, നിങ്ങളുടെ ഭൗതിക അനുഭവങ്ങളെ മാറ്റുന്ന ഒരു ആരാധന അനുഭവം നിങ്ങൾക്ക് സ്വന്തമാകും. വൈകുന്നേരം 3 മണിക്ക് കാട്ടാക്കടയ്ക്ക് സമീപം കുറ്റമ്പള്ളി കഴിഞ്ഞിട്ട് അമ്പലത്തിന് കാലയ്ക്ക് മധ്യേ പുലിമുട്ടം എന്ന സ്ഥലത്ത് നമ്മുടെ 2ാമത്തെ സെക്ഷൻ മീറ്റിംഗ് സെറ്റ് ചെയ്തു വരുന്നു. ചേർന്ന് നിൽക്കുവാൻ തയ്യാറാണോ? ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, പ്രാർത്ഥനയോടെ പ്രാപിച്ച് ദേശത്തിന് മധ്യത്തിൽ നിൽക്കുവാൻ നിങ്ങൾ ഒരുക്കമാണെങ്കിൽ, പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആ പരിസരങ്ങളിലുള്ളവർക്ക് കടന്നു വരുവാൻ കഴിയുന്നവർക്ക് സ്വാഗതം. വിളിച്ചിട്ട് കടന്നു വരിക. കണ്ണടച്ചോ. പ്രവചനം നിവർത്തിക്കുക. യേശുവേ, അങ്ങ് അടിയനെ ഉപവസിപ്പിച്ചു. പ്രാർത്ഥനയിൽ അങ്ങ് അടിയനോട് സംസാരിച്ച ആ ദൈവിക ആലോചന പ്രവചന ദൂതായി അടിയനവർക്ക് കൈമാറി. ഇനി അങ്ങയുടെ പ്രവൃത്തി നിവർത്തിക്കപ്പെടട്ടെ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ ആ വഴി തുറന്നു വരട്ടെ. ഇന്ന് അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഇവർ ഭയന്ന് ഒളിച്ചിരിക്കുന്ന സ്ഥാനത്ത് കടക്കാരുടെ മുമ്പിൽ എന്ത് മറുപടി പറയും, അവരുടെ ചോദ്യങ്ങൾക്ക് എന്തുത്തരം പറയുമെന്ന്
അറിയുവാൻ കഴിയാതെ ഭയന്നായിരിക്കുന്ന സ്ഥാനത്ത് സ്വർഗമങ്ങ് പ്രവർത്തിക്കണം. എല്ലാ കടഭാരങ്ങളും മാറിപ്പോകട്ടെ. പലിശക്കടങ്ങൾ, ജപ്തി നോട്ടീസുകൾ, സാമ്പത്തികമായ ബാധ്യതകൾ, ചെയ്തു തീർക്കേണ്ട ആവശ്യങ്ങൾ, സകലത്തിനും വേണ്ടത് കരങ്ങളിൽ നൽകി സ്വർഗമങ്ങ് മാനിക്കണമേ. ബാങ്ക് നടപടികളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, മക്കളെ പഠിപ്പിക്കുവാൻ ഫീസ് കൊടുക്കുവാനില്ലാതെ ഒഴിഞ്ഞ കരങ്ങളുമായിരിക്കുന്ന കരങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ആ കരങ്ങൾ നിറയട്ടെ. അമ്മ ലോൺ അടയ്ക്കുവാൻ അക്കൗണ്ടിൽ ക്യാഷ് ഇല്ലാതെ ശൂന്യമായിരിക്കുന്ന അക്കൗണ്ടിനെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അക്കൗണ്ടിൽ സമൃദ്ധി ഉണ്ടാകട്ടെ. അടുക്കളകളിലെ ദാരിദ്ര്യങ്ങൾ മാറിപ്പോകട്ടെ. എല്ലാ ഇല്ലായ്മകളും മാറിപ്പോകട്ടെ. വിവാഹത്തിന് വേണ്ട ഫണ്ട് കരങ്ങളിൽ ലഭിക്കട്ടെ. ബിസിനസ്സിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ട ഫണ്ട് കരങ്ങളിൽ ലഭിക്കട്ടെ. രാജ്യങ്ങളിലേക്ക് കടന്നു പോകുവാൻ വേണ്ട ഫണ്ട് കരങ്ങളിൽ ലഭിക്കട്ടെ. തടസ്സം മാറട്ടെ. റാബാബാബ ഷേഖേനെ റാധൂറിയ ഭവനത്തിൻ്റെ പണി പൂർത്തിയാക്കുവാൻ വേണ്ട ഫണ്ട് കരങ്ങളിൽ ലഭിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ആ വാഹനം വാങ്ങുവാൻ വേണ്ട, വസ്തു വാങ്ങുവാൻ വേണ്ട ഫണ്ട് കരങ്ങളിൽ ലഭിക്കട്ടെ. വലുതും ശ്രേഷ്ഠകരവുമായത് നടക്കുവാൻ വേണ്ട നന്മകൾ കരങ്ങളിൽ നൽകി ഇവരങ്ങ് മാനിച്ചാട്ടെ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങളെ സ്വർഗമങ്ങ് ഒരുക്കണമേ. സ്വദേശത്തും വിദേശത്തും പല നിലകളിൽ ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ ജോലി സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും മാറട്ടെ. ദുഷ്ടൻ്റെ ആലോചനകളും പദ്ധതികളും നസറേനായ യേശുവിൻ നാമത്തിൽ ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തകർക്കപ്പെടട്ടെ. എല്ലാ പൈശാചിക ബാധിപ്പുകളും തൊഴിൽ സാഹചര്യങ്ങൾ അനുകൂലമല്ലാതാക്കി തീർക്കുന്ന, തൊഴിലിടത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന ചില വ്യക്തികളെ വിരോധമായി എഴുന്നേൽപ്പിക്കുന്ന പൈശാചിക വ്യാപാരങ്ങളെ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ തകർത്ത് പ്രാർത്ഥിക്കുന്നു. ഇത് അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ. ഇവർ നസ്രനായ യേശുവിൻ നാമത്തിൽ വിടിവിക്കപ്പെടട്ടെ. ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കട്ടെ. വിദേശങ്ങൾ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നവർ വിസകൾ കടന്നു വരട്ടെ. പ്രൊമോട്ട് ചെയ്യപ്പെടട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ തുറന്നു വരട്ടെ. കടന്നു പോകുന്ന സ്ഥാനത്ത് അനുഗ്രഹം പ്രാപിക്കട്ടെ. എല്ലാ തടസ്സങ്ങളും മാറട്ടെ. വിവാഹ തടസ്സങ്ങൾ മാറട്ടെ. കുടുംബജീവിതത്തിന് മേലുള്ള തടസ്സങ്ങൾ മാറട്ടെ. ഒരുമിച്ച് ഐക്യതയിൽ സന്തോഷത്തിൽ കഴിയുവാൻ കഴിയാത്ത വിധത്തിൽ വെളിപ്പെട്ട് നിൽക്കുന്ന എല്ലാ പോരുകളും മാറട്ടെ. കലക്കങ്ങളും മാറട്ടെ. കലഹങ്ങൾക്കും തർക്കങ്ങൾക്കും കാരണമായ സാമ്പത്തിക സ്തോത്രം പരാധീനതകളും പരിമിതികളും മാറിപ്പോകട്ടെ. ഫിനാൻഷ്യൽ ഫ്രീഡം വെളിപ്പെടട്ടെ. യെസ്, ഐക്യത ഉണ്ടാകട്ടെ. പുതിയ പ്രൊജക്റ്റുകൾ ഇവരുടെ ബിസിനസ്സിൽ, ഇവരുടെ കുടുംബത്തിനകത്ത് സ്റ്റാർട്ട് ചെയ്യപ്പെടട്ടെ. രോഗികളെ ഞങ്ങൾ സൗഖ്യമാക്കുന്നു. അങ്ങയുടെ നാമത്തിൽ അത് സംഭവിച്ച കൃപയ്ക്ക് എല്ലാ രോഗങ്ങളും വിട്ടുമാറാതെ നിൽക്കുന്ന രോഗങ്ങൾ, രോഗാതുരമായ നാഡീനരമ്പുകൾ, കോശങ്ങൾ, അവയവങ്ങൾ പുനർനിർമ്മിക്കപ്പെടട്ടെ. അസ്ഥിമേലും മാംസത്തിന്മേലും രക്തത്തിന്മേലും വ്യാപരിക്കുന്ന രോഗങ്ങൾ മാറട്ടെ. ദീർഘനാളുകളായി ആശുപത്രികളിലായിരിക്കുന്നവർ പുറത്തു വരട്ടെ. തലമുറകളുടെ ഭാവി വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടട്ടെ. ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ. ഉദരഫലങ്ങൾ ജനിക്കട്ടെ. വിവാഹങ്ങൾ നടക്കട്ടെ. IELTS, OET, പ്രോമെട്രി, MOH എക്സാമുകൾ എഴുതുന്നവർ നല്ല റിസൾട്ടുകൾ നൽകി മാനിച്ചാട്ടെ. ഇവർ അങ്ങയുടെ നാമത്തിൽ അത്ഭുതം കാണട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ ഡോറുകളും ഫൈനാൻഷ്യലായി ഇവർ സമൃദ്ധി അനുഭവിക്കേണ്ട, ഫ്രീഡം അനുഭവിക്കേണ്ട എല്ലാ ഡോറുകളെയും യേശുവിൻ നാമത്തിൽ ഞങ്ങളിപ്പോൾ ഓപ്പൺ ചെയ്യുന്നു. അതങ്ങനെ സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക. പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിൽക്കുക. നാളെ പകലും ദൈവം അനുവദിച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്യേ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയും പ്രിയർ, ഹാവ് എ നൈസ് ഡേ. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.